ഹലോ ഹായ് നമസ്കാരം. അപ്പോൾ ഇത് ഇന്നത്തെ ഒരു വീഡിയോ ആണ് കേട്ടോ. ഇപ്പോൾ 5 മണിയായി, നേരമൊന്നും വെളുത്തില്ല. അപ്പോൾ ഇന്ന് ചേട്ടന് സുഖമില്ലാത്തതുകൊണ്ട് പിന്നെ ഞാൻ രാവിലെ എഴുന്നേറ്റ് കേട്ടോ. വയ്യെങ്കിലും പിന്നെ മോന് ഇന്ന് 8 മണിക്ക് പോകണമെന്ന് പറഞ്ഞെങ്കിൽ 5 മണിക്ക് എണീറ്റാലേ നമുക്ക് ചോറ് കൊണ്ടുപോകണം, ഫുഡ് വെക്കണം. അവന് പിന്നെ പോകുന്ന ദിവസം പുട്ട് തിന്നാനാണ് ഇഷ്ടം കേട്ടോ. പുട്ടും പഴമാണെങ്കിൽ കഴിക്കാൻ വലിയ ഇഷ്ടമാണ്. അപ്പോൾ പിന്നെ ഇന്ന് പുട്ടുണ്ടാക്കാമെന്ന് വെച്ചു. അപ്പോൾ ഇവിടെ രണ്ടുപേരും തുറന്നു വിടാൻ വേണ്ടി ബഹളം വയ്ക്കുക. അപ്പോൾ ഞാൻ വെള്ളം തിളപ്പിക്കാനായിട്ട് വെക്കുവാണ് ചരുവത്തിനകത്ത്. പിന്നെ ചോറ് വെക്കണം. പിന്നെ ഇന്നലത്തെ മീൻകറി ഇത്തിരി ഉണ്ട്. പിന്നെ മീൻ പൊരിക്കാനൊക്കെ പുരട്ടി വെച്ചായിരുന്നു ചാള. അപ്പോൾ രസം വെക്കണം, പിന്നെ ചമ്മന്തി, അങ്ങനെയുള്ള കുറച്ച് ഐറ്റംസ്. അപ്പം മീൻകറി ഞാൻ തിളപ്പിച്ച് അപ്പം പുട്ടിന് ആണെങ്കിൽ അവൻ മീൻകറി കൂട്ടി കഴിച്ചോളും കേട്ടോ. അപ്പോൾ പിന്നെ പാടില്ല. അല്ലാത്ത ദിവസം ദോശയൊന്നും വലിയ പാടാണ് രാവിലെ തിന്നുകൊണ്ട് പോകാനേ. അപ്പോൾ അക്കവും ചക്കയും കിടന്ന് വെപ്രാളപ്പെടുക തുറക്കാനായിട്ട്. അവൾ എണ്ണീറ്റ് വന്നിട്ടേ തുറക്കത്തുള്ളൂ, അല്ലെങ്കിൽ പിന്നെ എനിക്ക് ജോലി ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അതാ മോൾ എണീറ്റ് വന്ന് അപ്പോഴും 5:30 ആയില്ല കേട്ടോ. നേരെ ഇരുട്ടി തന്നെ കിടക്കുക. അപ്പോൾ അവൾ കുറച്ച് നേരം പന്ത് കളിക്കും അവളുമായിട്ട്. അവൾ പന്തെടുത്തുകൊണ്ട് കൊടുക്കും, ഇവൾ കാലിട്ട് ഇങ്ങനെ തട്ടും. അങ്ങനെ പിന്നെ ഞാൻ കുറച്ച് നേരം കളി നോക്കിക്കൊണ്ട് നിന്നു. നല്ല രസമല്ലേ, ഇവൾ ഭയങ്കര കളിയാട്ടോ. അത് കാണാൻ തന്നെ നല്ല രസമാണ് പന്തെടുത്തുകൊണ്ട് കൊടുക്കുന്നതൊക്കെ. അപ്പോൾ പിന്നെ നമുക്കൊരു സന്തോഷമല്ലേ ഇങ്ങനെയൊക്കെ കാണുമ്പോഴേ. അപ്പം ഞാനും വിചാരിച്ച് കുറച്ച് നേരം അവരോട് കൂടാമെന്ന്. അങ്ങനെ പന്തെടുത്ത് അവൾ അടിപൊളി. അപ്പോൾ പിന്നെ രസം വെക്കണമായിരുന്നു. പിന്നെ ഞാൻ വെള്ളത്തിനകത്ത് എല്ലാം തിളപ്പിച്ച് പൊടിയിട്ട് നമ്മൾ വെളുത്തുള്ളിയൊക്കെ ഇട്ട് കടുക് വറുത്തങ്ങ് എടുക്കത്തതേ ഉള്ളൂ കേട്ടോ. ആ രസം ഇവിടെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടം. പിന്നെ അങ്ങനത്തെ കുരുമുളക് പൊടിയൊക്കെ ചേർത്ത് കായപ്പൊടിയും ചേർത്ത് നമ്മൾ തിളപ്പിച്ചതിന് ശേഷം അത് വെളുത്തുള്ളിയും ഒക്കെ ഇഞ്ചിയും കറിവേപ്പിലയും എല്ലാം കൂടെ മൂപ്പിച്ചങ്ങ് ചേർക്കും. അപ്പോൾ അതിന് പുട്ട് വെക്കണം. അതിന് ഞാൻ കുക്കർ വെച്ച് കേട്ടോ. അപ്പോൾ ചിരട്ടപ്പുട്ടാണ് വെക്കുന്നത്. അതിന് പുളി പിഴിഞ്ഞ് രസത്തിൽ ഒഴിച്ച് രസത്തിന് കടുക് വറുക്കാൻ വെച്ച്. ഇത് എണ്ണയാണ്. എണ്ണയ്ക്കകത്ത് വെളുത്തുള്ളിയും ഇഞ്ചിയും എല്ലാം കൂടെ മൂപ്പിച്ച് കറിവേപ്പിലയും മൂപ്പിച്ച് അതിലിട്ട് തട്ടും. അപ്പോൾ അതിനകത്ത് മീനും കൂടെ പൊരിക്കണം. അപ്പോൾ നമ്മൾ ആ രസത്തിന് കടുക് വറുക്കുന്നു. അപ്പോൾ അവിടെ ഗ്യാസ് കത്തിച്ചിട്ടേക്കുന്ന ഞാൻ ഇത് പെട്ടെന്ന് ഉള്ളി അങ്ങ് കരിയാറായതുകൊണ്ട് ഇപ്പുറത്തോട്ട് മാറ്റി വെച്ചതാണ് കേട്ടോ. ഇന്ന് ചെറിയൊരു ബ്ലോഗാണ് കേട്ടോ. രാവിലത്തെ വെപ്രാളവും പോക്കും ഒക്കെ തന്നെ. ശരി, അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ചേട്ടന് ചെറുതായിട്ട് സുഖമില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിന്ന് രാവിലെ എഴുന്നേറ്റ് മൊത്തം പണികളും ചെയ്യുന്നത്. എല്ലാം രാത്രി ഒതുക്കി വെച്ച് ഒരുവിധം, എങ്കിലും കുറച്ച് ജോലിയൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അവന് 7:30-ക്ക് ഇറങ്ങണം. അപ്പോൾ അതിന് മുന്നേ എല്ലാം ചെയ്യണം. അപ്പോൾ മീൻ പൊരിക്കാൻ വെച്ചാൽ അപ്പോൾ അവന് രസം വേണ്ട, ഇന്നലത്തെ മോരുണ്ടായിരുന്നു. അപ്പോൾ അവന് അത് മതിയെന്ന് പറഞ്ഞു. പിന്നെ ഞാനതെടുത്ത് ഫ്രിഡ്ജിൽ നിന്നെടുത്ത് കുറച്ച് ചൂടാക്കി. അപ്പോൾ അതാ നമ്മളെ പുട്ടും ഇങ്ങനെ ആയിക്കൊണ്ടിരിക്കുന്നു. അപ്പം മീനൊക്കെ പൊരിച്ചു. അപ്പോൾ ഇനി ചോറൊക്കെ ഇടണം. അപ്പോഴത്തേക്ക് നേരം വെളുത്ത് ഇങ്ങനെ വരുന്നു കേട്ടോ. 5:45 6 മണിയായി. മന്തി അരച്ച് പുട്ടൊക്കെ ആയി. അപ്പോൾ അടുക്കള ഒരു കോലാഹലമായി. അങ്ങനെ എല്ലാം ഞാൻ എടുത്ത് ഒതുക്കി വെക്കുവാണ് കേട്ടോ. അപ്പോഴത്തേക്കും നമ്മൾ കൂട് കഴുകാൻ തുടങ്ങി. രണ്ടുപേരും തുറന്നിട്ടിട്ട് നല്ലോണം അപ്പോൾ 6 6:30 ആയി. അപ്പോൾ നേരമൊക്കെ വെളുത്തു. അപ്പോൾ നമ്മളെ ജോലികൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു. അടുക്കളയൊക്കെ ഒരുവിധം ഒതുക്കി പാത്രം കഴുകാനെല്ലാം എടുത്തിട്ട് ജോലികളൊക്കെ മൊത്തം കഴിഞ്ഞു. ഇനി ഒതുക്കലും പറക്കലും ഒക്കെ ഉണ്ട്. അപ്പോൾ അവൾ പാത്രം കഴുകി തരാമെന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ എനിക്ക് എളുപ്പമില്ലേ പിന്നെ ഒതുക്കാൻ. പാത്രം കഴുകുമ്പോൾ രണ്ടുപേരെ അടച്ചു കേട്ടോ. കൂടെ കഴിക്കാൻ ശേഷം അപ്പോൾ മോള് കഴിക്കായിരുന്നു. അവൾ രാത്രി കഴിക്കാത്തത് കൊണ്ട് രാവിലെ ഞാൻ പറയുമെങ്കിൽ പിന്നെ ആദ്യം കഴിച്ചിട്ടൊക്കെ പാത്രം. അപ്പം പിന്നെ മോന് ചോറിടുവാണ്. ചമ്മന്തിയും അച്ചാറും ഇന്ന് പിന്നെ തോരനൊന്നും ഇല്ലായിരുന്നു. അത് പിന്നെ പൊരിച്ച മീനും അത് മാത്രമേ ചോറിനകത്തുള്ളായിരുന്നു. പിന്നെ മോരും മീൻ കറി എടുത്തിട്ടുണ്ട്. അപ്പോൾ അവന് ഞാൻ എളുപ്പം തന്നെ പൊതിഞ്ഞ് കൊടുക്കും. അവന് ട്രെയിനിനുള്ള സമയമായി. അപ്പോൾ നമ്മുടെ ചാനൽ കാണുന്ന എല്ലാ കൂട്ടുകാരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. നമ്മൾ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഞാൻ വരുന്നത്. കാണുന്ന എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഞാൻ മോന് മോരെടുത്ത് മീൻ കറിയൊക്കെ എടുത്ത് എല്ലാം പൊതിഞ്ഞൊക്കെ വെച്ച് അപ്പോഴത്തേക്ക് പിന്നെ മോള് വന്ന് പാത്രമൊക്കെ ഒന്ന് കഴുകി തരുവാണ് കേട്ടോ. ഫുഡൊക്കെ കഴിച്ചിട്ട് വന്ന് അന്നേരം മോന് പിന്നെ ഞാൻ കഴിക്കാൻ കൊടുത്ത്. അപ്പോൾ അവരിന്ന് കഴിക്കുന്നു. ഇപ്പോൾ 7:30 ആയി കേട്ടോ. 7:30 ആയി. നമ്മൾ പിന്നെ ഇടയ്ക്ക് കുറച്ച് പണികളൊക്കെ ഉണ്ടായിരുന്നു, അതൊന്നും എടുത്തില്ല. അപ്പോൾ ദാണ്ടേ നേരമൊക്കെ വെളുത്ത് പിന്നെ മോൻ റെഡിയായി. അപ്പോൾ ഇറങ്ങുവാണ്. അപ്പോൾ ട്രെയിനിനകത്താണ് പോകുന്നത് കേട്ടോ. അങ്ങനെ അവൻ പോയി. പിന്നെ അപ്പോഴത്തേക്കും മോളും റെഡിയായി. പിന്നെ ഞാൻ മോള് പോകുന്നതാണ് എടുത്തത്. പിന്നെ ഇനി എൻ്റെ ഒതുക്കി പറക്കെല്ലാം കഴിഞ്ഞു. അപ്പോൾ അവൾ ടാറ്റയൊക്കെ പറഞ്ഞ് പോവുകയാണ് കേട്ടോ. അപ്പോൾ അവൾ സ്കൂളിലോട്ട് പോയി. പിന്നെ ഒതുക്കി പറക്കലും തുടയ്ക്കലും ഒക്കെ കഴിഞ്ഞ് അപ്പോൾ ലാസ്റ്റ് ഇതാണ് അവസ്ഥ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെയുള്ളൂ. അപ്പം നാളെ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. ഓക്കേ, ബൈ.